ഇത് എന്താണെന്നറിയാവോ? മുന്തിരി അല്ല കേട്ടോ, ഇതാണ് ഞാവൽപ്പഴം എന്ന് പറഞ്ഞാൽ. കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, എന്നാൽ പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയത്തില്ല. ഞാവൽപ്പഴം എന്ന് പറഞ്ഞാൽ അവർ എന്താണെന്ന് ചോദിക്കും അല്ലേ. പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് നടന്നു പോകുമ്പോൾ, ഇപ്പോഴിങ്ങനെ നടന്നു പോകുന്ന കുട്ടികളൊന്നും ഇല്ലല്ലോ, എല്ലാവരും ബസ് സ്കൂൾ ബസ് അല്ലെങ്കിൽ വാൻ ഇതിലൊക്കെയാണല്ലോ പോകുന്നത്. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നടന്നു പോകുന്ന വഴിക്കൊക്കെ ഈ ഞാറ മരം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വീഴുന്ന എല്ലാം നമ്മളിങ്ങനെ ചുവട്ടിൽ നിന്ന് പെറുക്കി എടുത്ത് കൊണ്ട് ബാഗിൽ വെച്ചോ പിന്നെ പാത്രത്തിലൊക്കെ സൂക്ഷിച്ച് നമ്മൾ കൊണ്ടുപോയിരുന്നു. സ്കൂളിൽ ബ്രേക്ക് ആകുമ്പോൾ അല്ലേ, ബ്രേക്കിന് വേണ്ടി കാത്തിരിക്കും. ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഇതെല്ലാം എടുത്ത് ഓരോ കുട്ടികൾക്കും ഓരോന്ന് കൊടുക്കും. ചിലർ കൊടുക്കത്തില്ല. അന്നൊക്കെ എന്ത് രസമായിരുന്നു സ്കൂളിൽ. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ബ്രേക്ക് സമയമാകുമ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ ക്യാൻറ്റീനുണ്ട്. അവിടുന്ന് ബർഗർ, പിന്നെ പിസ്സ, ബട്ടർ ബൺ, ഇങ്ങനെയുള്ള കുട്ടികളുടെ ആരോഗ്യം നശിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ കാലത്തൊന്നും ഇങ്ങനെ ഒന്നുമില്ലായിരുന്നു. ഇതുപോലെ നമ്മൾ കൊണ്ടുപോകുന്ന ഈ സാധനങ്ങൾ, ചാമ്പയ്ക്ക, അതുപോലെ അങ്ങനെയുള്ള നമ്മുടെ പരിസരത്തുണ്ടാകുന്ന വൃക്ഷങ്ങളിൽ നിന്ന് മുന്തിരി, ഏത് മുന്തിരി, സീതപ്പഴം എന്ന് പറയുന്ന ആ മുന്തിരി, ഇതെല്ലാവരും നമ്മൾ സ്കൂളിൽ കൊണ്ട് ബ്രേക്ക് ആകുമ്പോൾ കുട്ടികളിങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത്. ഇപ്പോഴാണെങ്കിൽ ഒരു ബർഗറോ ഒരു പിസയോ എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾ പരസ്പരം ഒളിച്ച് കൊണ്ടുവച്ച് കഴിക്കുന്ന കാലമാണല്ലേ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പഴയ കാലഘട്ടമാണ് നമുക്ക് ഓർമ്മ വരാം. അതുപോലെ തന്നെ നെല്ലിക്ക, ഇതെല്ലാം നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് ബ്രേക്ക് സമയത്തും അല്ലാതെയൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ നമ്മൾ ഇതെല്ലാം കഴിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒന്നും കുട്ടികൾക്ക് അറിയത്തില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയത്തു പോലുമില്ല ഇത് ഞാവൽ അല്ലെങ്കിൽ ഞാറയ്ക്ക എന്താണെന്ന്. ഇത് കഴിക്കുമ്പോൾ നമ്മുടെ നാക്കെല്ലാം ഒരു വയലറ്റ് കളറാവും. അത് കാണാൻ തന്നെ നമുക്കൊരു രസമാണ് അല്ലേ. നാക്ക് നീട്ടി എല്ലാവരെയും കൂട്ടുകാരെയൊക്കെ ഇതാണ്ട എൻ്റെ നാക്ക് എന്ന് പറഞ്ഞിങ്ങനെ കാണിച്ച് നടത്തുന്ന അന്നൊരു കാലം. അതൊക്കെ ഒരു പഴയ ഓർമ്മ. ഇനിയുള്ള കാലഘട്ടത്തിലൊന്നും അങ്ങനെ ഓർമ്മകളൊന്നും വരത്തില്ല. ഇങ്ങനെയുള്ളൊരു കാലഘട്ടം വരത്തുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ, ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി അവരുടെ നാട്ടിലെങ്ങാണ്ടോ പോയപ്പോൾ ഇവിടെ നെയ്യാറ്റിൻകര ആ സൈഡിൽ എവിടെ പോയപ്പോൾ അവരുടെ മരത്തിൽ നിന്ന് കുറച്ച് കൊണ്ട് തന്നു. ബാക്കിയൊക്കെ ഇവിടെയും കുട്ടികളൊക്കെ കഴിച്ചു. അതിൽ നിന്ന് ഒരു 5-6 എണ്ണം ഞാനെടുത്ത് മാറ്റി വെച്ചു. ഇന്ന് രാവിലെ എടുത്തപ്പോഴാണ് ഇതൊരു വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, ബൈ.